ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ ഫ്രം RKNX. സോ മക്കളെ, നീറ്റിന്റെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നീറ്റ് എക്സാമിന് വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. ഇതിനിടയ്ക്ക് ഈ വർഷത്തെ കട്ട് ഓഫിനെ കുറിച്ച് അറിയുന്നതിനപ്പുറം 2025-ലും 2024-ലും 2023-ലും ഒക്കെ നീറ്റിന്റെ ക്വാളിഫയിങ് മാർക്ക് എത്ര, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പാസ് മാർക്ക് എത്ര, നീറ്റ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഓരോ കാറ്റഗറിയിലും അൺറിസർവ്ഡ്, ജനറൽ കാറ്റഗറിയിലും OBCയിലും SCയിലും STയിലും ഒക്കെ എത്ര മാർക്കായിരുന്നു ഓരോ കുട്ടിയും നേടേണ്ടിയിരുന്നത്. അതായത് ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കണം. അത് ഓൾ ഇന്ത്യ ലെവലിൽ, ഓൾ ഇന്ത്യ കോട്ട വഴി ആയിക്കോട്ടെ, കേരള വഴി ആയിക്കോട്ടെ, MBBSനും BDSനും ആയുർവേദയ്ക്കും സിദ്ധയ്ക്കും യുനാനിക്കും വെറ്റിനറിക്കും ഒക്കെയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നീറ്റ് ക്വാളിഫൈ ചെയ്യണം അല്ലേ. ആ ക്വാളിഫൈങ് മാർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 720-ൽ എത്ര മാർക്ക് കിട്ടിയവർക്കാണ് നീറ്റ് കിട്ടിയത്, അത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. സോ നോക്കാം, ആദ്യം 24-ഉം 23-യും നോക്കാം, ദെൻ 25-ലേക്ക് വരാം. നീറ്റ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് ഈ ഓരോ വർഷങ്ങളിലും വ്യത്യസ്തമായിരുന്നു. കഴിഞ്ഞ വർഷം നീറ്റ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്, നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ 24-ലെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള എക്സാമിനേഷൻ ആയിരുന്നു. അത് മാർക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ 24 എടുത്താൽ, 24 എടുത്താൽ 162 മാർക്കായിരുന്നു ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ 162-നും 720-നും 720 ആയിരുന്നു ടോപ്പ് റാങ്കിന്റെ, അതായത് ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് 720 ആണ്. അപ്പൊ 720 നിങ്ങൾക്കറിയാം 720-ലാണ് നീറ്റ് എക്സാം നടക്കുക. സോ 162-നും 720-നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 11,65,334 ജനറൽ കാറ്റഗറിയാണ്. അതിൽ തന്നെ EWSഉം വരുന്നുണ്ട്. ജനറൽ കാറ്റഗറിയിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നത്, എക്കണോമിക്കലി വീക്കർ സെഷനും കൂടെ ചേർത്തിട്ടാണ്. അടുത്തത് OBC കാറ്റഗറിയാണ്. നമ്മുടെ ഈഴവ മുസ്ലിം കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളൊക്കെ OBCയിൽ വരുന്ന ആളുകളാണ്. 127 ആയിരുന്നു നിങ്ങളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ 127-നും 161-നും ഇടയിൽ വരുന്ന 10,876 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ബാക്കിയുള്ള ആളുകളെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്. ആൻഡ് അടുത്തത് നെക്സ്റ്റ് വൺ SC കാറ്റഗറിയാണ്. 127 തന്നെയായിരുന്നു SCയുടെയും STയുടെയും കട്ട് ഓഫ് എന്ന് പറയുന്നത്. 127-നും 161-നും ഇടയിൽ കിട്ടിയ 34,420 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവരും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 162 ആണ് ജനറലി എല്ലാവരുടെയും കൂടി കട്ട് ഓഫ് എന്ന് പറയുന്നത്. എന്നാൽ കാറ്റഗറി വൈസ് കട്ട് ഓഫ് മാറും. 127 അത്രയും മാർക്ക്, 127-ന് മുകളിലുള്ള എല്ലാവരും OBCയിലും SCയിലും STയിലും ക്വാളിഫൈഡ് ആണ്. ഓക്കെ, ആൻഡ് ST കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 127-നും 161-നും ഇടയിൽ 14,414 കുട്ടികളാണുള്ളത്. അടുത്തത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ തന്നെ, അല്ലെങ്കിൽ അൺറിസർവ്ഡിലെ EWയിലും ഉൾപ്പെടുന്ന ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 144 ആയിരുന്നു. അവർക്ക് 162 വേണ്ട, 144 തന്നെ പാസ്ഡ് ആണ്. സോ 144-നും 161-നും ഇടയിൽ 473 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതിനിടയിൽ കിട്ടിയ കുട്ടികളുടെ എണ്ണാണ്. 162-ന് മുകളിലുള്ളതല്ല. 127-നും 144-നും 161-നും അതും പാസ് ആയിട്ടുള്ള കുട്ടികളാണ്. യെസ്. ആൻഡ് OBCയിലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 127 തന്നെയാണ്. ആൻഡ് SCയിലെയും STയുടെയും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെയും കട്ട് ഓഫ് 127 ആണ്. 127-നും 143-ക്കും ഇടയിൽ കിട്ടിയ കുട്ടികളുടെ എണ്ണാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യെസ്. അങ്ങനെ ടോട്ടലി 13,15,853 കുട്ടികളാണ് 2024-ൽ നീറ്റ് ക്വാളിഫൈഡ് ആയത്. ഇനി 23-ലേക്ക് വരികയാണ്. ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 137 ആയിരുന്നു. ആൻഡ് 137-നും 720-നും ഇടയിൽ 10,14,372 കുട്ടികളാണ് സ്കോർ ചെയ്തത്. OBCയുടേത് 107, SCയുടെയും STയുടെയും കട്ട് ഓഫ് എന്ന് പറയുന്നത് 107, 107 തന്നെയായിരുന്നു. അൺറിസർവ്ഡിൽ വരുന്ന ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളുടേത് 121 ആയിരുന്നു. SC, ST, OBCയുടെയും SCയുടെയും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് ആ കാറ്റഗറിയിലെ. 107 ആണ് അവരുടെ കട്ട് ഓഫ്. ST ആൻഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിൻ്റെത് 108 ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് നമുക്ക് 25 നോക്കാം. 2025-ലെ കട്ട് ഓഫ് നോക്കാം. 2025 എടുക്കുകയാണെങ്കിൽ മക്കളെ, ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 144 ആയിരുന്നു. 144 മാർക്കാണ് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആയിട്ട് വന്നത്. അപ്പൊ 24-ലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, 24-ൽ 162 ആയിരുന്നു. 25 എത്തിയപ്പോഴേക്കും 144 ആയി. കാരണം 24-ലെ എക്സാം ഈസി ആയിരുന്നു. അപ്പൊ എല്ലാ കുട്ടികൾക്കും എന്താ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചു. എന്നാൽ 25-ല്
വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. ഇപ്പോൾ ഹൈ സ്കോർ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് തന്നെ 686 ആയിരുന്നു. ആർക്കും 700-ന് മുകളിൽ സ്കോർ ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. സോ അത്രയും ഡിഫിക്കൽട്ട് ആയിരുന്നു എക്സാം. 144 ആണ് ജനറലിന്റെ കട്ട് ഓഫ് വന്നത്. OBCയുടെയും SCയുടെയും STയുടെയും കട്ട് ഓഫ് 113 ആയിരുന്നു. ആൻഡ് അൺറിസർവ്ഡിൽ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടേത് 127 ആണ്. SC ST OBCയിലെ PW കാൻഡിഡേറ്റ്സിൻ്റെത് 113 തന്നെയാണ്. 113 ആയിരുന്നു അവരുടെ കട്ട് ഓഫ്. സോ ഇത്രയുമാണ് ഓരോ വർഷത്തെയും കട്ട് ഓഫ് ആയിട്ട് വന്നത്. ഏകദേശം 160 140 റേഞ്ചിലാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വന്നത്. സോ നീറ്റ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് കട്ട് ഓഫും ചേഞ്ച് ചെയ്യും. സോ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്കോർ ആയിരിക്കരുത് എയിം ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ക്വാളിഫൈ മാർക്ക് മാത്രമാണ്. ഒരു 500-550-ന് മുകളിൽ എയിം ചെയ്ത് തന്നെ പഠിക്കുക, 600-നോട് അടുപ്പിച്ച്. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സീറ്റിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ 600+, 650+ ഒക്കെ എയിം ചെയ്ത് തന്നെ പഠിക്കുക മക്കളെ. ഏറ്റവും നന്നായിട്ട് പഠിച്ച് ഏറ്റവും മികച്ച വിജയത്തിലേക്ക് എത്തുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.